അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിന്റെയും നേരെ 2 ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പം ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, മയ്യിത്ത് നിസ്കാരത്തിൽ 3-ാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യൽ, ഫാത്തിഹ ഓതൽ. അപ്പൊ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യൽ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, മയ്യിത്ത് നിസ്കാരത്തിൽ 4-ാം തക്ബീറിന് ശേഷം നിയ്യത്ത് ചെയ്യൽ, സലാം വീട്ടൽ. അപ്പൊ സലാം വീട്ടൽ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, ജുമുഅയുടെ ഖുതുബക്ക് ഷർത്തുകൾ 8, 9 എത്രയാണ്? 9 ആണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, ജുമുഅ എന്ന ഫർളിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാം നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്, നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ 20 റക്അത്തുകളാണ്, 22 റക്അത്തുകളാണ്. എത്രയാണ്? 22 റക്അത്തുകളാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തെ ചോദ്യം, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വഖതായായ കുല്ലഹ. ഏതാണ്? വഖത്വ എന്നുള്ളതാണ് ശരി. രണ്ടാമത്തത്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 1 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്ത് എന്താണ്? ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതൽ. രണ്ടാമത്തെ ചോദ്യം, പ്രായപൂർത്തിയുടെ അടയാളം ഏതെല്ലാമാണ്? 15 വയസ്സ് പൂർത്തിയാവുക, മനീയ് പുറപ്പെടുക, ഹൈള് ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തേത്, ജുമുഅയുടെ സുന്നത്ത് നഖം മുറിക്കുക, കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് ജുമുഅയുടെ സുന്നത്തായിട്ട് വരുന്നത്. ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം, ഖുതുബയുടെ ഫർള് എന്തൊക്കെയാണ്? അള്ളാഹുവിനെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പേര് വെളിവാക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഖുത്ബയുടെ ഫർളുകൾ. ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തെ ചോദ്യം, പ്രധാന സുന്നത്ത് നിസ്കാരം 1, 2 പെരുന്നാൾ നിസ്കാരം, പിന്നെ തഹജ്ജുദ്, ളുഹ, തഹിയ്യത്ത്, ഗ്രഹണ നിസ്കാരങ്ങൾ. ഇതൊക്കെയാണ് പ്രധാന സുന്നത്ത് നിസ്കാരം. ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി ആറാമത്തത്, നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ മുഖം മാത്രം തിരിഞ്ഞു നോക്കുക. അപ്പം ഇനി ഏഴാമത്തെ ചോദ്യമാണ് അബ്ആദ് സുന്നത്ത്. അബ്ആദ് സുന്നത്ത് ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ തശഹുദ്, അതിനുശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അവക്ക് വേണ്ടിയുള്ള ഇരുത്തം, ഖുനൂത്ത്. അപ്പൊ ഇതെല്ലാം അബ്ആദ് സുന്നത്തുകളിൽ പെട്ടതാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, പള്ളിയിൽ കൊതുകിന്റെയോ ഉറുമ്പിന്റെയോ ശവം ഇടൽ ഹറാമാണ്. അപ്പൊ അവിടെ ഹറാമാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിന്റെ ഫർളുകൾ 14 അവ 3 വിധമാണ്. അവിടെ 3 വിധമാണ് എന്നുള്ളത് എഴുതി ചേർത്തി കൊടുക്കുക. മൂന്നാമത്തത്, അദാ ആയ 5 വക്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ ശക്തിയായ സുന്നത്താണ്. ഇനി നാലാമത്തെ ചോദ്യം, വെള്ളിയാഴ്ച ളുഹ്റിന്റെ സമയത്താണ് ജുമുഅ നിർവഹിക്കേണ്ടത്. അപ്പൊ ജുമുഅ നിർവഹിക്കേണ്ടത് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ്. അതിൽ 5-ാമത്തെ ചോദ്യം കൂടെയുണ്ട്. 5-ാമത്തെ ചോദ്യം, കൂടുതൽ ആളുകളുള്ള ജമാഅത്ത് കൂടുതൽ
പുണ്യമുള്ളതാകുന്നു. അപ്പൊ അവിടെ പുണ്യമുള്ളതാകുന്നു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്ത 4ാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. അവിടെ 5ഓളം ചോദ്യങ്ങളുണ്ട്. 1ാമത്തെ ചോദ്യം നോക്കാം. അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും എന്തു വേണം? ഉത്തരം ത്വഹൂറായ വെള്ളം വേണം. 2ാമത്തെ ചോദ്യം, വുളൂഇൽ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാകയില്ല. ആർക്ക്? നിത്യ അശുദ്ധിയുള്ളവർക്ക്. 3ാമത്തെ ചോദ്യം, നിഫാസ് എന്നാൽ എന്താണ്? ഉത്തരം പ്രസവിച്ചു 15 ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. 4ാമത്തെ ചോദ്യം, 7 പ്രാവശ്യം കഴുകേണ്ട നജസ് ഏതാണ്? ഉത്തരം നായ, പന്നി, ഇവയിൽ നിന്ന് ജന്മം പ്രാപിച്ചവ എന്നിവ കൊണ്ട് നജസായാൽ 7 പ്രാവശ്യം കഴുകേണ്ട നജസാണ്. ഇനി 5ാമത്തത്, വിസർജനം കറാഹത്തായ 3 സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊലിക്കുന്ന വെള്ളം, സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഖബറിന് സമീപം, ബസ് സ്റ്റാൻഡ്, ഓഫീസുകളുടെ പരിസരം, ഇവിടെയൊക്കെ വിസർജനം കറാഹത്തായ സ്ഥലങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും 3 സ്ഥലങ്ങൾ മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 1ാമത്തെ ചോദ്യം, ഇസ്തിൻജാഇന് ശേഷം ചൊല്ലേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി ഫഹസ്വിൻ ഫർജി മിനൽ ഫവാഹിഷ്. 2ാമത്തത് തയമ്മും. തയമ്മും എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. 3ാമത്തെ ചോദ്യം, അന്യ പുരുഷന്മാരുടെ അടുക്കൽ സ്ത്രീയുടെ ഔറത്ത്. ഉത്തരം ശരീരം മുഴുവനും മറയ്ക്കേണ്ടതാണ്. 4ാമത്തത്, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സമയത്തിന്റെ ആദ്യം നിസ്കരിക്കലാണ്. ഇനി 6ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു ഡാഷ് വഅഫിഹി. അവിടെ എഴുതി കൊടുക്കാനുള്ളത് വറഹംഹു വഅഫു അൻഹു എന്നുള്ളതാണ്. ഇനി 7ാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. വ അക്രിം നുസ്ലഹു വ വസ്സിഅ മദ്ഖലഹു. അപ്പൊ അതിന്റെ അർത്ഥം, ഈ മയ്യത്തിന്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കിടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.